അങ്ങനെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതീവ രഹസ്യമായിക്കൊണ്ട് രാത്രികളിലൊക്കെ ചെന്നുകൊണ്ട് പുറം നാടുകളിൽ നിന്ന് വന്ന ആളുകളുമായിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശവും അള്ളാഹുവിൻ്റെ ആശയാദർശങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് വിദൂരത്തായ യസ്രിബ് എന്ന പ്രദേശത്തിൽ നിന്നുള്ള 6 ആളുകളുമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട തൻ്റെ അനുചരരൊക്കെ സംസാരിക്കുന്നത്. മദീനയിൽ നിന്ന്, അന്നത്തെ യസ്രിബിൽ നിന്ന് വന്ന ഈ ആളുകളോട് ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളൊക്കെ പങ്കുവെക്കുന്നു. അത് കേട്ടപ്പോൾ അവർക്കും അത് ആകർഷിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ നാട്ടിലെ ജൂതർ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രവാചകനാണെന്ന് തോന്നുന്നു. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ഖുർആനിക സൂക്തങ്ങൾ അവർ ഓതിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഈ 6 പേരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച. അവർ മദീനയിലേക്ക് തിരിച്ചു പോവാൻ, യസ്രിബിലേക്ക് പോകാൻ നിൽക്കുന്ന അവസരത്തിൽ അവർ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മതകാര്യങ്ങളും നിയമങ്ങളും അതിൻ്റെ സംഹിതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ആളുകളെ ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കുമോ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും ചിന്തിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട അനുചരനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൂടെ അയക്കുകയാണ്.